ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളായിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ 2 വീഡിയോസാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. കുറച്ച് ടോപ്പിക്കുകളെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഇതിനിടയിൽ വെച്ച് ഒരു ഭയങ്കര ലാഗ് ഉണ്ടായി, ഒരുപാട് ഹോളിഡേയ്സൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ പോർഷൻസിലുള്ള ടേംസും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് മോഡ്യൂളിലുള്ള കാര്യങ്ങളെല്ലാം സിമ്പിളാണ്, പക്ഷെ അത് ഓർത്ത് വെക്കണം. എങ്കിലേ നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂൾസിൽ ഈ ടേംസൊക്കെ വരുമ്പോൾ എന്താണെന്നുള്ളത് ഓർമ്മ കിട്ടുള്ളൂ. ഈ സബ്ജക്റ്റിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലാണ്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള മൊഡ്യൂൾസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ ഡിമാൻഡ് എന്നുള്ള ടോപ്പിക്ക് വരെയായിരുന്നു ഡീൽ ചെയ്തത്. അടുത്ത ടോപ്പിക്ക് അതിൽ തന്നെ ഒരു കുഞ്ഞു പോർഷനും കൂടി ബാക്കിയുണ്ട്. നമ്മൾ ഡിമാൻഡ്സ് പറഞ്ഞു, പലതരം ഡിമാൻഡ്സ് പറഞ്ഞു. ആവറേജ് ഡെയിലി ഡിമാൻഡ്, മാക്സിമം ഡെയിലി ഡിമാൻഡ്, മാക്സിമം ഹവർലി ഡിമാൻഡ്, ആവറേജ് ഹവർലി ഡിമാൻഡ്, ഇയർലി ഡിമാൻഡ്, അങ്ങനെ പലതും പറഞ്ഞു. അതെന്താണെന്നുള്ളതും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഏത് ഫാക്ടർ ആവറേജ് ഡെയിലി ഡിമാൻഡിനെ ഏത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് മാക്സിമം ഹവർലി ഡിമാൻഡ് കിട്ടുക അല്ലെങ്കിൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് കിട്ടുക, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഡിസൈൻ ഡിമാൻഡ് ഫോർ കോമ്പണൻസ് ഓഫ് വാട്ടർ സപ്ലൈ സ്കീം. നിങ്ങൾക്കറിയാം, ഒരു വാട്ടർ സപ്ലൈ സ്കീമിന് ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. ഒരു സോഴ്സ് ഓഫ് സപ്ലൈ ഉണ്ടായിരിക്കും, പൈപ്പ് കണക്ഷൻസ് അല്ലെങ്കിൽ പൈപ്പ് മെയിൻസ് ഉണ്ടായിരിക്കും, റിസർവോയർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പമ്പ് ഉണ്ടായിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും. ഇത് ഓരോന്നും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഡിമാൻഡാണ് അതിൻ്റെ ഡിസൈന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ RCC ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഒരു ലോഡ് എടുക്കാറില്ലേ? അതായത് അൾട്ടിമേറ്റ് ലോഡ് അല്ലെങ്കിൽ അങ്ങനെ മാക്സിമം ഒരു ഇപ്പോൾ സ്റ്റീലാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈൽഡ് സ്ട്രെങ്ത്ത്, അങ്ങനെ ഒരു വാല്യൂ എടുക്കാറുണ്ട്. അതുപോലെ ഈ ഓരോ കോമ്പണൻറ്റിൻ്റെയും ഡിസൈനിൽ ഏതാണ് ഈ മാക്സിമം വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്? എല്ലാത്തിനും മാക്സിമം ഡെയിലി ഡിമാൻഡാണോ, അല്ലെങ്കിൽ എല്ലാത്തിനും മാക്സിമം ഇയർലി ഡിമാൻഡാണോ, അതോ ആവറേജ് ഡെയിലി ഡിമാൻഡാണോ എടുക്കേണ്ടത്? അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുന്നില്ലേ? അപ്പോൾ ഇത് എല്ലാത്തിനും സെയിം അല്ല എടുക്കാറ്. അത് ഓരോ കോമ്പണൻറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത് എത്ര വർഷത്തേക്കാണ്, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതിനനുസരിച്ച് ഓരോന്നിനും എടുക്കുന്ന ഡിമാൻഡ് അത് വ്യത്യസ്തമാണ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. സോഴ്സ് ഓഫ് സപ്ലൈ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഡെയിലി ഡിമാൻഡാണ് അതിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി പൈപ്പ് മെയിൻസ് ഫ്രം സോഴ്സ് ടു സർവീസ് റിസർവോയേഴ്സ്, സോഴ്സിൽ നിന്ന് റിസർവോയറിലേക്കുള്ള പൈപ്പുകൾ, അതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഡെയിലി ഡിമാൻഡാണ് യൂസ് ചെയ്യുക. ഫിൽറ്റേഴ്സ് ആൻഡ് അതർ യൂണിറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ടൈസ് ദ ആവറേജ് ഡെയിലി ഡിമാൻഡ്, ആവറേജ് ഡെയിലി ഡിമാൻഡിൻ്റെ 2 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടൈസ് ആണ് നമ്മൾ ഫിൽറ്റേഴ്സിനും അതർ യൂണിറ്റ്സിനും എടുക്കുക. പിന്നെ പമ്പിനാണെന്നുണ്ടെങ്കിൽ അതിനും ട്വൈസ് ദ ആവറേജ് ഡെയിലി ഡിമാൻഡ്, ആവറേജ് ഡെയിലി ഡിമാൻഡിൻ്റെ 2 ടൈംസ് ആയിരിക്കും പമ്പിനെടുക്കുക. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡ്രാഫ്റ്റാണ് എടുക്കുക. ഇനി എന്താണ് ടോട്ടൽ ഡ്രാഫ്റ്റ്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടോട്ടൽ ഡ്രാഫ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് മുൻപ് കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് എന്നുള്ളൊരു ടേം അറിയണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്താണെന്നുള്ളത്. കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഡെയിലി ഡിമാൻഡിൻ്റെയും ഫയർ ഡിമാൻഡിൻ്റെയും സമ്മിനെയാണ് നമ്മൾ കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്, അതോ അല്ലെങ്കിൽ മാക്സിമം ഹവർലി ഡിമാൻഡോ, അതിലേതാണോ വലുത് അതിനെയാണ് നമ്മൾ ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ എമംഗ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് ആൻഡ് മാക്സിമം ഹവർലി ഡിമാൻഡ്, അതിൽ വലുത് ഏതാണോ, കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് ആണ് വലുതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ടോട്ടൽ ഡ്രാഫ്റ്റ് ആയിട്ട് എടുക്കുക. ഇനി മാക്സിമം ഹവർലി ഡിമാൻഡ് ആണ് വലുതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടോട്ടൽ ഡ്രാഫ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഡ്രാഫ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ എമംഗ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് ആൻഡ് മാക്സിമം ഹവർലി ഡിമാൻഡ്, and the same, that is the total draft will be taken as the design demand for distribution system. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിലൊക്കെ ആകുമ്പോഴേക്കും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കണം, അവിടെ ടോട്ടൽ ഡ്രാഫ്റ്റാണ് ഡിസൈനിൽ നമുക്കൊരു ഡിമാൻഡ് വേണ്ടി വരും. ആ ഡിമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാം.
അപ്പോൾ അവിടെ എടുക്കേണ്ട ഡിമാൻഡ്, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ആവറേജ് ഡിമാൻഡ് തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ആവറേജ് ഹവർലി ഡിമാൻഡൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നുമല്ല നമ്മളവിടെ എടുക്കേണ്ടത് ടോട്ടൽ ഡ്രാഫ്റ്റാണ്. ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ അമംഗ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് ആൻഡ് മാക്സിമം ഹവർലി ഡിമാൻഡ്, ആൻഡ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് ഈസ് ദ സം ഓഫ് മാക്സിമം ഡെയിലി ഡിമാൻഡ് ആൻഡ് ഫയർ ഡിമാൻഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഡിമാൻഡുകൾ, ഓരോ കോമ്പണൻറ്റിൻ്റെയും ഡിസൈനിൽ ഏത് ഡിമാൻഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർ ക്യാപിറ്റ ഡിമാൻഡ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കാം. പക്ഷേ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മാക്സിമം മാർക്കിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഈ മൊഡ്യൂളിൽ നിന്ന് മാക്സിമം മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അതായത് ഹയസ്റ്റ് മാർക്കായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ 15 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ടോട്ടൽ 10 ഫാക്ടേഴ്സാണ്. ഈ 10 ഫാക്ടേഴ്സിൻ്റെ പേരും അറിയണം, അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളതും അറിയണം. ഈ മൊഡ്യൂളിൽ നിന്ന് മെയിനായിട്ട് പ്രോബ്ലംസും പിന്നെ ഹയസ്റ്റ് മാർക്കിന് വരാറ് പ്രോബ്ലംസും അതുപോലെ തന്നെ ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർ ക്യാപിറ്റ ഡിമാൻഡുമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, അത് നമുക്ക് 10 എണ്ണം ഏതാണെന്ന് നോക്കാം. സൈസ് ഓഫ് സിറ്റി, ക്ലൈമാറ്റിക് കണ്ടീഷൻ, ടൈപ്പ് ഓഫ് ജെൻഡറി ആൻഡ് ഹാബിറ്റ് ഓഫ് പീപ്പിൾ, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, quality of water supplies, pressure in the distribution system, development of sewerage facilities, supply system, cost of water and policy of metering and method of charge. ഓരോന്നും എന്താണെന്നും അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സൈസ് ഓഫ് സിറ്റി ആണ്. സൈസ് ഓഫ് സിറ്റി എങ്ങനെയാണ് പെർ ക്യാപിറ്റ ഡിമാൻഡ്, പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരാൾ യൂസ് ചെയ്യുന്ന വെള്ളം, അതിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ്. നിങ്ങൾക്കറിയാം, ഒരു സിറ്റീൻ്റെ വലുപ്പം കുറവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പോപ്പുലേഷനും കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റീൻ്റെ ടോട്ടൽ വാട്ടർ കൺസംഷൻ എന്തായാലും കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു എ ലാർജ് സിറ്റി. അപ്പോൾ സൈസ് ഓഫ് ദ സിറ്റി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? പെർ ക്യാപിറ്റ ഡിമാൻഡ് ഫോർ ബിഗ് സിറ്റീസ് will be higher as compared to small cities because the population of the small city will be low. Okay. For big cities, more water required for maintaining clean and healthy environment. വലിയ സിറ്റി ആകുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ട് നിലനിർത്താമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും. ഇൻ ബിഗ് സിറ്റീസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് വിൽ ബി മോർ, സോ റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ആൾസോ വെരി ഹൈ. ശരിയാണ്, ഒരു വലിയ സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡസ്ട്രീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ അവിടേക്കൊക്കെ വേണ്ട വെള്ളത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. അപ്പോൾ സൈസ് ഓഫ് ദ സിറ്റി ഹയർ ആണെന്നുണ്ടെങ്കിൽ പെർ ക്യാപിറ്റ ഡിമാൻഡും കൂടുതലായിരിക്കും. അതാണ് സൈസ് ഓഫ് ദ സിറ്റിയുടെ അഫക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ ക്ലൈമാറ്റിക് കണ്ടീഷനാണ്. ക്ലൈമാറ്റിക് കണ്ടീഷൻ ഹോട്ടായിട്ടുള്ള ഡ്രൈ പ്ലേസസ്, ഇപ്പോൾ ഡെസേർട്ടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ച് കൂളായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും വിൻ്ററൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഏരിയാസ് അല്ലെങ്കിൽ ഗാർഡനുകൾ, അങ്ങനത്തെ ഒരുപാട് വനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അതായത് ക്ലൈമാറ്റിക്കലി കൂളായിട്ടുള്ള എപ്പോഴും വിൻ്റർ കിട്ടുന്ന അല്ലെങ്കിൽ എപ്പോഴും തണുത്ത ഏരിയാസിലൊക്കെ അവിടെ വെള്ളത്തിൻ്റെ അവർക്ക് വാട്ടർ കൺസംഷൻ ആണെന്നുണ്ടെങ്കിലും മറ്റ് പർപ്പസുകൾക്കാണെന്നുണ്ടെങ്കിലും വെള്ളം കുറച്ച് മതിയായിരിക്കും. അപ്പോൾ അതാണ് ക്ലൈമറ്റിൻ്റെ എഫക്റ്റ്. ഹോട്ടർ ആൻഡ് ഡ്രൈ പ്ലേസസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും വെള്ളം വേണ്ടി വരും. അവർക്ക് കുളിക്കാൻ കൂടുതൽ ഹോട്ടായിട്ടുള്ള പ്ലേസിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് ബാത്തിങ്ങിനൊക്കെ വെള്ളം കൂടുതൽ വേണ്ടി വരും. കാരണം അവരുടെ നമ്പർ ഓഫ് ബാത്തിങ് തന്നെ കൂടുതലായിരിക്കും. പിന്നെ ക്ലീനിങ് ആണെന്നുണ്ടെങ്കിലും എയർ കണ്ടീഷനിങ്ങിന് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വേണ്ടി വരും. പിന്നെ ഗാർഡനിങ്ങിനൊക്കെ വെള്ളം സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഹോട്ടർ പ്ലേസിൽ വാട്ടർ കൺസംഷൻ കൂടുതലായിരിക്കും. പിന്നെ ടൈപ്പ് ഓഫ് ജെൻഡറി ആൻഡ് ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ. വാട്ടർ കൺസംഷൻ ഡിപ്പെൻഡ് ഓൺ ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ അതാണ് ടൈപ്പ് ഓഫ് ജെൻഡറി അല്ലെങ്കിൽ ഹാബിറ്റ് ഓഫ് പീപ്പിൾ പറയുന്നത്. ഇപ്പോൾ എക്കണോമിക്കലി ഹയർ ക്ലാസ് ആണെന്ന് വിചാരിക്കാം, അപ്പർ ക്ലാസ്. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. അപ്പോൾ അവർക്ക് വെള്ളത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ കൂടുതലായിട്ട് വെള്ളം യൂസ് ചെയ്യും. അവർ എയർ കണ്ടീഷനിങ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാത്തിങ്, ഫ്ലോർ ക്ലീനിങ് എല്ലാത്തിനും അവർ അവർക്ക് ആവശ്യത്തിന് ക്യാഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക്
ഇതിൻ്റെ ഒരു മീറ്ററിങ് ചാർജ് ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് അവരുടെ വാട്ടർ കൺസംഷൻ കൂടുതലായിരിക്കും. എന്നാൽ ഇപ്പോൾ ലോവർ ക്ലാസ് പീപ്പിൾ ആണെന്ന് വിചാരിക്കാം, ഇപ്പോൾ സ്ലമ്മിലൊക്കെ താമസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ വാട്ടർ കൺസംഷൻ പൊതുവേ കുറവായിരിക്കും. കാരണം അവർ ബാത്തിങ്ങും ക്ലീനിങ്ങും ഒക്കെ അവർക്ക് കുറവായിരിക്കും. അത് മാത്രമല്ല അവർക്ക് ഈ വാട്ടർ മീറ്ററിങ് ചാർജ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ അവർ വാട്ടർ കൺസംഷൻ കുറവായിരിക്കും. അപ്പോൾ ജെൻഡർ ആൻഡ് ഹാബിറ്റ് ഓഫ് പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പർ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ കൺസംഷൻ കൂടുതലായിരിക്കും. എന്നാൽ ലോവർ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആസ് കമ്പയർഡ് ടു അപ്പർ ക്ലാസ് ഫാമിലീസ് ദെയർ കൺസംഷൻ വിൽ ബി ലോ. ദെൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. അത് നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെർ ക്യാപിറ്റ ഡിമാൻഡ് കൂടും. പിന്നെ ക്വാളിറ്റി ഓഫ് വാട്ടർ സപ്ലൈസ്. നിങ്ങൾക്കറിയാം, നമുക്ക് വാട്ടർ അതോറിറ്റി തരുന്ന വെള്ളം നല്ല ക്വാളിറ്റി ഉള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മറ്റ് സോഴ്സുകളൊന്നും ആശ്രയിക്കാൻ പോവില്ല. അപ്പോൾ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ നിന്നുള്ള വാട്ടർ കൺസംഷൻ കൂടും. അപ്പോൾ ക്വാളിറ്റി ഓഫ് വാട്ടർ ബേസ്ഡ് ഓൺ ദ ക്വാളിറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ഈസ് ബെസ്റ്റ് ദെൻ ദ കൺസംഷൻ വിൽ ബി ആൾസോ ഹയർ. നെക്സ്റ്റ്, പ്രഷർ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ പ്രഷറുള്ള വാട്ടറാണ് പൈപ്പിലൂടെ വരുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തന്നെ അപ്പർ സ്റ്റോറീസിലും ഒക്കെ വെള്ളം എത്തും. ഏത് പോയിന്റിലും ഏത് ഹയർ പോയിന്റിലേക്കും സപ്ലൈ ചെയ്യാനുള്ള പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വാട്ടർ കൺസംഷൻ കൂടും. കാരണം ഇപ്പോൾ ഫ്ലാറ്റൊക്കെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്റ്റോറീസിലേക്ക് വരെ വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം കിട്ടാത്ത വെള്ളത്തിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിലേറെ വെള്ളം യൂസ് ചെയ്യും. ഇനി അതിന് പകരം നമുക്ക് പ്രഷർ കുറവാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെന്താ, താഴത്തെ ഫ്ലോറിൽ എങ്ങാനും വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. മുകളിലേക്ക് ഇത് കിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം യൂസ് ചെയ്യും. അപ്പോൾ പ്രഷർ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൂടുതലാണെന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റിലേക്കും വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും, എല്ലാ എലിവേഷനിലേക്കും വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ കൺസംഷൻ കൂടും. ഡെവലപ്മെൻറ്റ് ഓഫ് സീവറേജ് ഫെസിലിറ്റി. കൺസംഷൻ വിൽ ബി ഹൈ ഫോർ ഫ്ലഷ് സിസ്റ്റം ദാൻ ഓൾഡ് കൺവെൻഷണൽ സിസ്റ്റം. നിങ്ങൾക്കറിയാം, ഫ്ലഷിംഗ് ഉള്ള ടോയ്ലറ്റുകളുണ്ട്, അതില്ലാത്ത നമ്മുടെ സാധാരണ ഇന്ത്യൻ ടൈപ്പ് ഓഫ് ടോയ്ലറ്റുകളുണ്ട്. അപ്പോൾ ഫ്ലഷിംഗ് ഉള്ള ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലഷിങ്ങിനും ഒരുപാട് വെള്ളം ചിലവാക്കും. അതുകൊണ്ട് തന്നെ ഫ്ലഷിംഗ് സിസ്റ്റം ഉള്ള സീവറേജ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർ കൺസംഷൻ വിൽ ബി മോർ ആസ് കമ്പയർഡ് ടു കൺവെൻഷണൽ സിസ്റ്റം. പിന്നെ സപ്ലൈ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് വാട്ടർ സപ്ലൈ സിസ്റ്റംസ് ഉള്ളത്. ഒന്ന് കണ്ടിന്യൂസ് സിസ്റ്റം, അതായത് 24 hours വെള്ളം വന്നുകൊണ്ടിരിക്കും. ഈ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിലും 24 hours വെള്ളം നമുക്ക് കിട്ടുന്ന ടൈപ്പ്, അതാണ് കണ്ടിന്യൂസ് സിസ്റ്റം. ഇനി ഇൻ്റർമീഡിയറ്റ് സിസ്റ്റം ഉണ്ട്, അതായത് ഒരു ദിവസത്തിലെ പീക്ക് പീരീഡിൽ മാത്രം, ഇപ്പോൾ രാവിലെ പീക്ക് ടൈമിലും അതുപോലെ തന്നെ വൈകുന്നേരം പീക്ക് ടൈമിലും ആ രീതിയിൽ മാത്രം വെള്ളം കിട്ടുള്ളൂ. ബാക്കിയുള്ള സമയത്ത് പൈപ്പിൽ വെള്ളം ഉണ്ടായിരിക്കില്ല. ആ രീതിയിലുള്ള സിസ്റ്റത്തിനെയാണ് ഇൻ്റർമീഡിയറ്റ് സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഉറപ്പായിട്ടും നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ കൺസംഷൻ കൂടുതലായിരിക്കും. മറ്റേത് ഇൻ്റർമീഡിയറ്റ് സിസ്റ്റം ആകുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി വെള്ളം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൺസംഷൻ ഇൻ കണ്ടിന്യൂസ് സിസ്റ്റം വിൽ ബി മോർ ആസ് കമ്പയർഡ് ടു ഇൻ്റർമീഡിയറ്റ് സിസ്റ്റം. പക്ഷേ ചില കണ്ടീഷൻസിൽ ഇൻ്റർമീഡിയറ്റ് സിസ്റ്റത്തിലായിരിക്കും കൂടുതൽ വാട്ടർ കൺസംഷൻ ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോജിക്കലി നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നാച്ചുറൽ കാരണമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ രാവിലെ വെള്ളം വരുന്ന സമയത്ത് വെള്ളം സ്റ്റോർ ചെയ്യും. നമ്മളത് പിന്നെ വൈകുന്നേരം വെള്ളം വരുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത വെള്ളത്തിൽ ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് പുതിയ വെള്ളം എടുക്കും. അപ്പോൾ എന്താ, അവിടെ വേസ്റ്റേജ് കൂടുകയാണ്. നമ്മൾ രാവിലെ സ്റ്റോർ ചെയ്ത വെള്ളത്തിൽ കുറച്ച് കരടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പം വൈകുന്നേരം വെള്ളം വരുമ്പോൾ അതങ്ങ് ഒഴിച്ച് കളഞ്ഞിട്ട് പുതിയ വെള്ളം എടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വേസ്റ്റേജ് കൂടുതലാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പീപ്പിൾ ഹാവ് ടെൻഡൻസി ടു കീപ് ദ ടാപ്സ് ഓപ്പൺ ഡ്യൂറിങ് നോൺ സപ്ലൈ അവേഴ്സ്. അതുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വെള്ളം എടുത്തു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ വെള്ളമില്ല. അപ്പോൾ നമുക്ക് വെള്ളം എപ്പോൾ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം പൈപ്പ് തുറന്നു വയ്ക്കും. പിന്നെ ചിലപ്പോൾ വെള്ളം വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. അപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ അവിടെയും നമുക്ക് എന്താ ലോസ് ഓഫ് വാട്ടറാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് പ്യുവർലി നെഗ്ലിജൻസ് ഓഫ് പീപ്പിളാണ്, ആ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റത്തിലായിരിക്കും വാട്ടർ കൺസംഷൻ കൂടുതൽ. പക്ഷേ നോർമൽ ഒരു കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സിസ്റ്റത്തിലാണ് എല്ലായ്പ്പോഴും വാട്ടർ കൺസംഷൻ കൂടുതലുണ്ടാവുക ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റത്തിനേക്കാളും. എന്നാൽ ഈ രണ്ട് നെഗ്ലിജൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പീപ്പിൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റത്തിൻ്റെ വാട്ടർ കൺസംഷൻ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇനിയുള്ളത് കോസ്റ്റ് ഓഫ് വാട്ടറാണ്. കോസ്റ്റ് ഓഫ് വാട്ടർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആളുകൾ വെള്ളം ഉപയോഗിക്കുന്നത് കുറയ്ക്കും. ഇനി കോസ്റ്റ് വളരെ കുറവാണ്, വളരെ ചീപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതിൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. പിന്നെ പോളിസി ഓഫ് മീറ്ററിങ് ആൻഡ് മെത്തേഡ് ഓഫ് ചാർജ്. മീറ്ററിങ് വഴി, അതായത് നമ്മൾ എത്ര വെള്ളം യൂസ് ചെയ്യുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റർ റീഡിങ് നോക്കിയിട്ട് നമുക്കൊരു ക്യാഷ് നിർണ്ണയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വെള്ളം യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ നോക്കും, അല്ലേ? നമുക്ക് മീറ്റർ റീഡിങ് വളരെ കൂടുതലാണെങ്കിൽ വളരെ കൂടുതൽ പൈസ കൊടുക്കണം, അപ്പോൾ നമ്മൾ കുറയ്ക്കാൻ നോക്കും. അതിന് പകരം ഒരു ഫിക്സഡ് റേറ്റ് ആണെന്ന് വിചാരിക്കാം. അതായത് എത്ര വെള്ളം ഉപയോഗിച്ചാലും ഒരു മാസം ഇത്രയാണ് പൈസ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഉണ്ടാവാൻ ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ മാക്സിമം വെള്ളം യൂസ് ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ കൺസംഷൻ വിൽ ബി മോർ, ആൻഡ് മീറ്റർ റീഡിംഗ് ബേസിസിലാണെന്നുണ്ടെങ്കിൽ വാട്ടർ കൺസംഷൻ വിൽ ബി ലെസ്. അത്രയാണ് നമുക്ക് പറയാനുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ 10 ഫാക്ടേഴ്സാണ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യം തന്നെ ഓർത്താൽ മതിയായിരിക്കും. പക്ഷേ ആ 10 ഏതാണെന്നുള്ളത് എണ്ണി പറയാനും അതിൻ്റെ എഫക്റ്റ് എഴുതാനും പറ്റണം. ഇനി നമുക്കുള്ളത്, ഇനി നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന നമ്മുടെ മെയിൻ ഈ സബ്ജക്റ്റിൻ്റെ ഈ മെയിൻ മൊഡ്യൂളിൻ്റെ മെയിൻ പോർഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുൻപ് നിങ്ങൾക്ക് അറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഡിസൈൻ പീരീഡ്? എ റീസണബിൾ ഫ്യൂച്ചർ പീരീഡ് ഫോർ വിച്ച് provisions are made in water supply scheme. It is the number of year for which the water supply scheme is designed. എന്താണ് ഒരു വാട്ടർ സപ്ലൈ സ്കീമിൻ്റെ ഡിസൈൻ പീരീഡ്? അത് ഒന്നുമില്ല, എത്ര വർഷത്തേക്കാണ് ഒരു വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്നത്, അതിനാണ് ഡിസൈൻ പീരീഡ് എന്ന് പറയുക. നിങ്ങൾക്കറിയാം, ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50 to 100 വർഷത്തേക്കാണ് ഡിസൈൻ ചെയ്യുക. ഒരു വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്നത് 20 to 30 ഇയേഴ്സിലേക്കായിരിക്കും. ഓർത്ത് വയ്ക്കുക, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിനും PSCക്കും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. എത്രയാണ് ഒരു വാട്ടർ സപ്ലൈ സ്കീമിൻ്റെ ഡിസൈൻ പീരീഡ്? ദാറ്റ് ഈസ് 20 to 30 ഇയേഴ്സ് ആണ്. ഇനി പോപ്പുലേഷൻ, ദാറ്റ് ഈസ് പ്രസൻറ്റ് പോപ്പുലേഷൻ ഓഫ് ടൗൺ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ കണ്ടക്റ്റിംഗ് ആൻ ഒഫീഷ്യൽ എന്യൂമറേഷൻ കോൾഡ് സെൻസസ്. നിങ്ങൾക്കറിയാം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെൻസസ് പ്രകാരമുള്ള, നമ്മൾക്ക് ഈ വർഷമാണ് നമ്മളൊരു വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ നമുക്ക് കിട്ടും. സെൻസസ് ഡാറ്റ വഴി നമുക്ക് ഈ വർഷമുള്ള ടോട്ടൽ പോപ്പുലേഷൻ കിട്ടും. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തേക്കുള്ള ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റം മാത്രമല്ല, നമുക്ക് ഈ വർഷം എത്ര ഡിമാൻഡ് ഉണ്ട് അതും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. ഒരു 30 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എത്രത്തോളം ആളുകൾ ഉണ്ടായിരിക്കും, അതായത് അന്ന് എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ടായിരിക്കും, അത്രയും പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള വാട്ടറും കൂടി സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ഡിമാൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ കണ്ടുപിടിച്ച് അവരുടെ ഡിമാൻഡിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു 30 വർഷം കഴിയുമ്പോൾ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ വീണ്ടും കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ വെച്ചിട്ട് 30 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവർക്ക് വേണ്ട ഡിമാൻഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി എന്ത് വേണം? ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ പീരീഡിൽ, ഇപ്പോൾ അത് 30 വർഷമായിക്കോട്ടെ, 20 വർഷമായിക്കോട്ടെ, 15 വർഷമായിക്കോട്ടെ, ആ ഡിസൈൻ പീരീഡിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം യൂസിങ് കറണ്ട് പോപ്പുലേഷൻ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. ഇപ്പോൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കറണ്ട് പോപ്പുലേഷൻ യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലുള്ള ഒരു വർഷത്തെ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്നത്? നമുക്ക് ആദ്യം ഒരു ഫ്യൂച്ചറിലുള്ള ഒരു പോപ്പുലേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ്റെ ഒരു ഗ്രോത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം അറിയേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്നത്?
നിങ്ങൾക്കറിയാം ബർത്ത് റേറ്റ്, അതുപോലെ തന്നെ ഡെത്ത് റേറ്റ്, പിന്നെ മൈഗ്രേഷനും. ഈ 3 ഫാക്ടേഴ്സിനനുസരിച്ചായിരിക്കും പോപ്പുലേഷനിലുള്ള ഗ്രോത്ത് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു ഐഡിയൽ പോപ്പുലേഷൻ കേർവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ലാതെ ഒരു ഗ്രോത്ത് നടക്കുന്ന ഒരു സിറ്റിയാണെന്ന് വിചാരിക്കാം. അതായത് ഒരു സിറ്റി ജനറേറ്റ് ചെയ്ത് ആ സിറ്റി ഒരു സസ്റ്റൈനബിൾ സ്റ്റേജ് എത്തി നിലനിന്ന് പോകുന്ന ഒരു സിറ്റി ആണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ഓർഡിനറി റീസൺസ് ഒന്നും പെട്ടെന്ന് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഐഡിയൽ പോപ്പുലേഷൻ കേർവ് ഒരു എസ് ഷേപ്പിലായിരിക്കും. ഈ എസ് ഷേപ്പിലുള്ള കേർവിന് 3 റീജിയൻസാണ് ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ABCD. നിങ്ങൾക്ക് കാണാം AB, BC, അതുപോലെ തന്നെ CD, ABBD, അല്ലെങ്കിൽ BCD, പിന്നെ DE. അങ്ങനെ 3 ഏരിയ ആണുള്ളത്. അതിൽ ഫസ്റ്റ് AB-യിൽ ഒരു സിറ്റി ഉണ്ടാവാൻ തുടങ്ങിയാൽ ഫസ്റ്റ് റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും. അതായത് അവിടെ നമ്മൾ ബർത്ത് റേറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അവിടെ ഒരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതിനെ നമ്മൾ ജിയോമെട്രിക് അല്ലെങ്കിൽ ലോഗ് ഗ്രോത്ത് എന്ന് പറയും. റാപ്പിഡ് ഗ്രോത്ത് ആയതുകൊണ്ട് അവിടുത്തെ ഒരു ഇക്വേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ dP/dt, ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പോപ്പുലേഷൻ. ജോമെട്രിക് അല്ലെങ്കിൽ ലോഗ് ഗ്രോത്ത് ആണ്, വളരെ സ്പീഡുള്ള ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ്. അവിടെ dP/dt, ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഇൻക്രിമെൻറ്റ് റേറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു പോപ്പുലേഷൻ റേറ്റ് കൂടിക്കൂടി വരും ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ. ഇനി അടുത്ത സ്റ്റേജ് BD ആണ്. പോപ്പുലേഷൻ കൂടി പോയി അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ എത്തി. ഇനി അങ്ങോട്ട് പോപ്പുലേഷൻ വളരെയധികം കൂടാൻ പറ്റില്ല. കാരണം ആ ഒരു സിറ്റിയിലുള്ള മാക്സിമം സോഴ്സുകളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പോപ്പുലേഷൻ നല്ല രീതിയിൽ കൂടി. ഇനി വല്ലാണ്ടങ്ങ് കൂടാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിത്തമെറ്റിക് ഇൻക്രീസ് ആയിരിക്കും. ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത് അങ്ങ് കോൺസ്റ്റൻ്റ് ആവും. പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നുണ്ടാവും, പക്ഷേ ആ ഇൻക്രീസിൻ്റെ റേറ്റ് ഉണ്ടല്ലോ അത് കോൺസ്റ്റൻ്റ് ആവും. അതാണ് BD എന്നുള്ള സ്റ്റേജ് അല്ലെങ്കിൽ BCD എന്നുള്ള സ്റ്റേജ്. അവിടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് അരിത്തമെറ്റിക് ഇൻക്രീസ് ആയിരിക്കും. ദാറ്റ് ഈസ് റേറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്, dP/dt വിൽ ബി കോൺസ്റ്റൻറ്റ്. ഇനി അതും കഴിഞ്ഞു ഒരു സിറ്റിക്ക് ഒരു സാച്ചുറേഷൻ പോയിൻ്റ് ഉണ്ടായിരിക്കും. അതായത് മാക്സിമം കൂടി, അവിടെ അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം പോപ്പുലേഷൻ എത്തി. ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഡെത്ത് റേറ്റ് ആയിരിക്കും പ്രിഡോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ റേറ്റ് കുറയും. അതാണ് DE, ദാറ്റ് ഈസ് ഡിക്രീസിങ് റേറ്റ്. ഇനി അങ്ങോട്ട് പോപ്പുലേഷൻ്റെ റേറ്റ് കുറവായിരിക്കും. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും, പക്ഷേ പോപ്പുലേഷൻ ഇൻക്രിമെൻ്റൽ റേറ്റ്, പോപ്പുലേഷൻ്റെ ഇൻക്രീസ് ആവുന്ന റേറ്റ് അത് കുറഞ്ഞു വരും. അതായത് ഇപ്പോൾ ഇനീഷ്യലി 10% ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് 5%, 2%. അത് റേറ്റ് ഡിക്രീസ് ചെയ്ത് പോകും. അതാണ് DE എന്നുള്ള സ്റ്റേറ്റ്. അവിടെ dP/dt വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P - PS. PS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാച്ചുറേഷൻ പോപ്പുലേഷനാണ്. P എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള പോപ്പുലേഷൻ. അപ്പോൾ സാച്ചുറേഷൻ പോപ്പുലേഷനിൽ നിന്ന് ആ സമയത്തുള്ള പോപ്പുലേഷൻ മൈനസ് ചെയ്ത് കിട്ടുന്ന പോപ്പുലേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടുത്തെ റേറ്റ് ഓഫ് പോപ്പുലേഷൻ. ഓക്കെ അല്ലേ? ഗ്രാഫ് ഒന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കുക. AB, BD, അതുപോലെ തന്നെ DE, അങ്ങനെ 3 ഏരിയ ആണുള്ളത്. നോക്കി വെക്കാം. ഇനി പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്നുള്ള നമ്മളെ മെയിൻ ഏരിയയിലേക്ക് കിടക്കുകയാണ്. അതിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്, ഡിക്രീസിങ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡ്, സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്, കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്, മാസ്റ്റർ പ്ലാൻ മെത്തേഡ് ഓർ സോണിംഗ് മെത്തേഡ്, റേഷ്യോ മെത്തേഡ് ഓർ അപ്പോർഷൻമെൻറ്റ് മെത്തേഡ്, ലോജിക് കർവ് മെത്തേഡ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സിറ്റീൻ്റെ നാച്ചർ അനുസരിച്ച്, അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് അനുസരിച്ച് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഈ മെത്തേഡ്സ് എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതിൽ ഒരു 5-6 എണ്ണത്തിൽ പ്രോബ്ലംസും നമുക്ക് നോക്കാനുണ്ട്. ബാക്കി കുറച്ച് തിയറി പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ വളരെ എളുപ്പമാണ്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ
ഒരു സിറ്റിയിൽ, ആ സിറ്റി ഏത് സിറ്റി ആയിക്കോട്ടെ, അവിടെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് എന്നൊരു അസംഷനാണ് അവിടെ എടുക്കുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ഈ ഗ്രാഫിൽ കണ്ടു BD എന്നുള്ള ഏരിയയിൽ അരിത്തമെറ്റിക് ഇൻക്രീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ dp/dt വിൽ ബി കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്. അതേ കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് പോപ്പുലേഷൻ ഇൻക്രീസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. ഇത് നമ്മൾ വളരെ പഴയ സിറ്റികളുണ്ടായിരിക്കും, അവിടെയാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. കാരണം ഒരുപാട് പഴയ സിറ്റീസ് ആകുമ്പം അവിടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇൻക്രീസോ അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഡിക്രീസോ ഉണ്ടാവില്ല. അപ്പോൾ പഴയ സിറ്റീസിലും പഴയതും ലാർജ് ആയിട്ടുള്ള സിറ്റീസിലാണ് ഇതുണ്ടാവുക. വലിയ ഇൻഡസ്ട്രിയൽ ഗ്രോത്തോ അല്ലെങ്കിൽ തന്നെ മൈഗ്രേഷനോ ഒന്നും ഉണ്ടാവാത്ത മാക്സിമം ഡെവലപ്മെൻറ്റ് എത്താറായിട്ടുള്ള അല്ലെങ്കിൽ എത്തിയിട്ടുള്ള സിറ്റീസിലാണ് നമ്മൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യുക. അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PN എന്ന് പറഞ്ഞാൽ N ഏത് ഡെക്കാർഡിലെ പോപ്പുലേഷനാണോ നമ്മൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 2021 അപ്പോൾ നമുക്ക് ഒരു 2031 പോപ്പുലേഷൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ, 2021 നിന്ന് 2031 10 വർഷമുണ്ട്. 10 വർഷത്തിനെയാണ് നമ്മൾ ഒരു ഡെക്കാർഡ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ PNലുള്ള N എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡെക്കാർഡ്സ് ബിറ്റ്വീൻ നൗ ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ എനിക്ക് ഈ 2021 പോപ്പുലേഷൻ എൻ്റെ കയ്യിലുണ്ട്. 2031 പോപ്പുലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ വാല്യൂ എന്താ, 10 അല്ല. അതായത് ഇതിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് 10 പക്ഷേ എൻ്റെ വാല്യൂ 10 അല്ല, 1 ആയിരിക്കും. കാരണം N എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡെക്കാർഡ്സ് ആണ്. അപ്പോൾ PN = P0 എന്ന് വെച്ചാൽ കറണ്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് പോപ്പുലേഷൻ പ്ലസ് N × X ബാർ. N എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡെക്കാർഡ്സ് ആണ്. X ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് പോപ്പുലേഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് 2031 കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോപ്പുലേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കുറച്ച് വർഷങ്ങളിലെ പോപ്പുലേഷൻ തന്നിട്ടുണ്ടായിരിക്കും. ആ പോപ്പുലേഷൻസിൻ്റെ ആവറേജ് എടുക്കുക, അതാണ് ആവറേജ് പോപ്പുലേഷൻ ഇൻക്രീസ്. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, PN = P0 + N × X ബാർ. എന്താണ് X ബാർ എന്നുള്ളത് നമുക്ക് പ്രോബ്ലം നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. അതാണ് നിങ്ങൾക്ക് ഇന്നുള്ള വർക്ക്. ഈ പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി എനിക്ക് തിരിച്ചയക്കണം. അപ്പോൾ അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടുക. നിങ്ങൾ ഈ പ്രോബ്ലം എഴുതിയിട്ട്, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇതേ പ്രോബ്ലം തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ നോട്ടിൽ എഴുതുന്ന സമയത്ത് പ്രോബ്ലം മാത്രം എഴുതിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നെങ്കിൽ നമ്മൾ പ്രോബ്ലം ബോർഡിൽ എഴുതി നിങ്ങൾ തന്നെ ചെയ്യുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളിത് കേട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എവിടെയാണ് തെറ്റുന്നതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. മറ്റേത് ക്ലാസ് കേട്ടിട്ട് നോക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കത് അറിയാമെന്ന്. പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അടി പകർന്നുണ്ടോ എന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക എക്സാമിൻ്റെ സമയത്ത് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് വരുമ്പോൾ ഇതിൽ നോക്കുക. വളരെ സിമ്പിളാണ്. ഈ ഒരു മെത്തേഡിലൊന്നും നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. എന്നാലും റിസ്ക് എടുക്കണ്ട. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ട് അത് തിരിച്ച് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്താൽ മതി. ചെയ്യുന്നവർക്ക് അറ്റൻഡൻസ് വരുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പോപ്പുലേഷൻ ഓഫ് 5 decades ഫ്രം 1930 to 1970 ഈസ് ഗിവൺ ബിലോ. അതായത് 1930 മുതൽ 1970 വരെയുള്ള ഡീറ്റെയിൽസ്, അതായത് സെൻസസ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ പോപ്പുലേഷൻ ആഫ്റ്റർ 1, 2 and 3 decades ബിയോണ്ട് ദ ലാസ്റ്റ് നോൺ ഡെക്കാർഡ് ബൈ യൂസിങ് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം. തന്നിട്ടുള്ളത് 1930 മുതൽ 1970 വരെയുള്ള 10 വർഷം ഇടവിട്ടിട്ടുള്ള പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. 1930 25,000, 1940 28,000, അങ്ങനെ 1970 47,000. 10 വർഷം കൂടുമ്പോഴുള്ള പോപ്പുലേഷൻ തന്നിട്ടുണ്ട്.
അതായത് ഇതെല്ലാം പഴയ പോപ്പുലേഷൻസ് ആണ്. ഇപ്പോൾ 1970 ആണെന്ന് കൺസിഡർ ചെയ്യാം. അതിൻ്റെ മുൻപുള്ള 30-ലും 40-ലും 50-ലും 60-ലുള്ള പോപ്പുലേഷനാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 1970 നിന്ന് ഒരു ഡെക്കാഡ് കഴിയുമ്പോഴും 2 ഡെക്കാഡ് കഴിയുമ്പോഴും 3 ഡെക്കാഡ് കഴിയുമ്പോഴും ഉള്ള പോപ്പുലേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ Pn = P0 n × x ബാർ ആണ്. P0 + n × x ബാർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഡെക്കാഡ് കഴിയുമ്പോഴുള്ള പോപ്പുലേഷനാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. അതായത് 1970 കഴിഞ്ഞ് ഒരു ഡെക്കാഡ് കഴിയുമ്പോഴുള്ള പോപ്പുലേഷൻ. അപ്പോൾ നമുക്ക് എന്താ 1970-നോട് 10 കൂട്ടുമ്പോൾ 1980. അപ്പോൾ നമുക്ക് 1980-ലെ പോപ്പുലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. P 1980 = കറൻറ്റ് പോപ്പുലേഷൻ, ദാറ്റ് ഈസ് P 1970 പ്ലസ് n എന്താണ് 1, ഒരു ഡെക്കാഡ് കഴിയുമ്പോഴല്ലേ, അപ്പോൾ 1. എക്സ് ബാർ എന്താണ്, ആവറേജ് പോപ്പുലേഷനാണ്. അപ്പോൾ ആവറേജ് പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 1970 നിന്ന് കുറച്ചും കൂടി മുൻപേക്കുള്ള, അതായത് 1930-ലും 1940-ലും 1950-ലും 60-ലും ഒക്കെയുള്ള പോപ്പുലേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1930 25,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഡീറ്റെയിൽസാണ് ഇയറും പോപ്പുലേഷനായിട്ട് ടേബിൾ വരച്ചിട്ടുള്ളത്. ടേബിൾ വരച്ച് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടേബിൾ വരയ്ക്കുക, അതിൽ ഇയർ, പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കൊടുക്കുക. എന്നിട്ട് ഇയറിലെ എല്ലാ ഇയറും എടുത്തെഴുതുക, പോപ്പുലേഷൻ എല്ലാം എടുത്തെഴുതുക. ഓരോ ഇയറിലും 2 ഇയറിൻ്റെ ആ ഒരു ഡിഫറൻസിൽ എത്രയാണ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. എന്താ 1940-ലെ പോപ്പുലേഷൻ മൈനസ് 1930-ലെ പോപ്പുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് 1930-ൽ നിന്ന് 1940-ലേക്ക് പോയപ്പോഴുള്ള പോപ്പുലേഷൻ ഇൻക്രീസ് കിട്ടുമല്ലോ. അതാണ് ഇവിടെ 3000 ആയിട്ട് എഴുതിയിട്ടുള്ളത്. 1940-ലെ 28,000 മൈനസ് 1930-ലെ 25,000, ദാറ്റ് ഈസ് 3000. ഇനി 1950-ലെ 34,000 മൈനസ് 1940-ലെ 28,000 ചെയ്താലാണ് ഇവിടെ 6,000 കിട്ടിയിട്ടുള്ളത്. ഇനി 1960-ലെ 42,000 മൈനസ് 1950-ലെ 34,000 ചെയ്തപ്പോൾ 8,000 കിട്ടി. 1970-ലെ 47,000 മൈനസ് 1960-ലെ 42,000 ചെയ്തപ്പോൾ 5,000 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ്റെ സമ്മ് എടുത്തിട്ട് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. കാരണം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നോക്കൂ 4 എണ്ണേ ഉള്ളൂ, വർഷം 5 എണ്ണം ഉണ്ട്. പക്ഷേ നിങ്ങൾ ആവറേജ് എടുക്കുമ്പോൾ 5 അല്ല കൊടുക്കേണ്ടത്, നമുക്ക് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ്റെ നമ്പറാണ് വേണ്ടത്. അപ്പോൾ അത് 4 എണ്ണം ഉള്ളൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് അല്ലേ, അപ്പോൾ അത് 4 വാല്യൂസ് അല്ലേ ഉള്ളൂ. 5 വർഷം ഉണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ ഡിഫറൻസുകൾ 4 ഉണ്ടാവുള്ളൂ അല്ലേ, ഇൻക്രീസുകൾ 4 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ്റെ കോളത്തിൽ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് 3,000, 6,000, 8,000, 5,000 5 എണ്ണേ ഉള്ളൂ. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ 4 5,500 കിട്ടി. അപ്പോൾ എക്സ് ബാറിൻ്റെ സ്ഥാനത്ത് 5,500 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1980-ലെ ടോട്ടൽ പോപ്പുലേഷൻ കിട്ടും. ഇനി 2 ഡെക്കാഡ്സ് കഴിഞ്ഞിട്ടുള്ളതാവുമ്പോൾ ഒരു ഒറ്റ കാര്യത്തിലേ മാറ്റം വരുള്ളൂ. എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ദാറ്റ് ഈസ് 47,000 പ്ലസ് 2 × 5,500, ദാറ്റ് ഈസ് 58,000. പോപ്പുലേഷൻ ആഫ്റ്റർ 3 ഡെക്കാഡ്സ് ആവുമ്പോൾ 3 ഡെക്കാഡ് കഴിയുമ്പോൾ 1970-നോട് 30 കൂട്ടിയ 2,000. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് 2000 ഈക്വൽ ടു പോപ്പുലേഷൻ ഓഫ് 1970 പ്ലസ് 3 × x ബാർ, അത് ചെയ്യുമ്പോൾ 63,500 കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം. കാൽക്കുലേഷൻ ഇങ്ങനെ ടേബിളിൽ തന്നെ ചെയ്താൽ നോക്കുന്നവർക്കും സുഖമായിരിക്കും, പേപ്പർ നോക്കുന്നവർക്കും സുഖമായിരിക്കും, നിങ്ങൾക്കും കൺഫ്യൂഷൻ വരില്ല. ഈ ആവറേജ് എടുക്കുമ്പോൾ എത്രയാണ് നമ്പർ എടുക്കേണ്ടതെന്നൊക്കെ ഈസിലി എണ്ണി എടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഈ പ്രോബ്ലം നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് മെത്തേഡേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള മെത്തേഡ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ഒരു മെത്തേഡ് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. താങ്ക് യു.